ഹായ് ഡിയേഴ്സ്, എന്തെല്ലാം എല്ലാവർക്കും ഒരു ചക്കര ന്യൂ ഇയർ ആശംസിക്കുന്നു. 1-ാം തീയതി ആയിട്ടെ എത്ര പേര് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വന്നിരിക്കുന്നവരുണ്ട്? ഞാൻ 1-ാം തീയതി ആയിട്ട് അമ്പലത്തിൽ പോയി, അവിടെ ഹോസ്പിറ്റലിൽ പോയി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത് വീഡിയോ എടുക്കാനായിട്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ വേറൊന്നുമല്ല, നമ്മുടെ ആദ്യക്കുട്ടിന് ചെറിയ വയ്യായിക വന്നപ്പോൾ അവനെ വെച്ച് അങ്ങനെ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം അവന് പെട്ടെന്ന് ന്യൂമോണിയൊക്കെ ആവുന്നത്. അപ്പോൾ 2 ദിവസമായിട്ട് ആൾക്ക് കോൾഡും കഫൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടായപ്പോഴേക്കും ചെറിയ ഫീവറൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അവനെ കൊണ്ടുപോയി കോസ്മോളജി ഡോക്ടർ രാജശേഖരനെ ഉണ്ട് കാണിക്കുന്നത്. നല്ല ഡോക്ടറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പീഡിയാട്രിഷ്യൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒത്തിരി കുട്ടികൾക്ക് അങ്ങനെ ആവശ്യമില്ലാത്ത മെഡിസിൻസും കാര്യങ്ങളൊന്നും സാർ തരത്തില്ല. എനിക്ക് അവനെ അവിടെ കൊണ്ടുപോയി കഴിയുമ്പോൾ ഞാനൊന്ന് ഓക്കെ ആവും. അതുവരെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 1-ാം തീയതി ആയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലും കയറി. എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിക്കും, ഈ 1-ാം തീയതി ആയിട്ട് വർഷം ആദ്യം നമ്മളങ്ങനെയാണോ കേട്ടിരിക്കുന്നത്, നമ്മൾ 1-ാം തീയതി വർഷം ആദ്യം തുടങ്ങി വയ്ക്കുന്നത് എന്തെങ്കിലും അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോകും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഞാനിങ്ങനെ വിചാരിച്ചു ദൈവമേ ഇനി അങ്ങനെ, പക്ഷേ അങ്ങനെയൊക്കെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ വേറൊരു രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 1-ാം തീയതി നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു. പക്ഷേ ആ മിക്ക മാസങ്ങളിലും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുമായിരുന്നു. ആദ്യക്കുട്ടിന് ഹോസ്പിറ്റലൈസ്ഡ് ആയി ന്യൂമോണിയ ആയിട്ട്. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഇതൊക്കെ ഒരു വിശ്വാസം, അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ റെസൊല്യൂഷൻസ്, എത്ര പേര് ന്യൂ ഇയർ റെസൊല്യൂഷൻസ്? എനിക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് കൂടുതലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്. ഞാൻ 1-ാം തീയതി മുതൽ ജിമ്മിൽ പോകും, എന്ന് വെച്ചാൽ 6 മാസത്തിനകത്ത് 10 കിലോ കുറയ്ക്കും, ഒരു വർഷത്തിനകത്ത് ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കും. ഇതാണ് കൂടുതലും റെസൊല്യൂഷൻസ് നമ്മൾ കേട്ടിരിക്കുന്നത് അല്ലേ. പക്ഷേ ഞാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 1-ാം തീയതി തുടങ്ങും, 5-ാം തീയതി സ്റ്റോപ്പ് ചെയ്യും. ഞാൻ വിചാരിക്കും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉള്ളവരെ ആരെങ്കിലും ഒരാൾ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. ചിലപ്പോൾ ഇതൊന്നിനൊന്നും വെച്ചോളൂ എല്ലാവരും. ഒരാൾ 2-ാം തീയതി നിർത്തി, അടുത്താൾ 3-ാം തീയതി നിർത്തും, അടുത്താൾ 4-ാം തീയതി നിർത്തും. ഇതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വർഷം റെസൊല്യൂഷൻസും കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണോ ലൈഫ് പോകുന്നത് അതുപോലെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുവാണ്. ഒരു ലൈഫേ ഉള്ളൂ, മാക്സിമം എൻജോയ് ചെയ്യുക. എന്തിനാണ് ഈ ടെൻഷൻ അടിച്ച് സ്ട്രെസ് എടുത്തൊക്കെ നിൽക്കേണ്ട ആവശ്യം എന്താണ്? ലാസ്റ്റ് ഇയറൊക്കെ ഈ പറഞ്ഞ മാതിരി കുറേ അപ്സ് ആൻഡ് ഡൗൺസ്, ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എല്ലാം ഉള്ള ഒരു വർഷമായിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് 2 ദിവസം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അയ്യോ അൺബിലീവബിൾ. അതിൻ്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ വിചാരിക്കും എന്ത് കാര്യത്തിനാണ്, നമുക്കൊരു ലൈഫ് ദൈവം തന്നിട്ടുണ്ട്, അത് മാക്സിമം എൻജോയ് ചെയ്യാം, അങ്ങനെ അങ്ങ് പോകുക. അല്ലാതെ ആവശ്യമില്ലാതെ നമ്മൾ ഒത്തിരി റെസൊല്യൂഷൻസും കാര്യങ്ങളും പാലിക്കാൻ പറ്റാത്ത കുറേ റെസൊല്യൂഷൻസൊക്കെ എടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഈ പറഞ്ഞ മാതിരി ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ചില കാര്യങ്ങൾ നമ്മൾ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ഞാൻ വിചാരിച്ച 1-2 കാര്യങ്ങൾ ഈ പറഞ്ഞ മാതിരി നമ്മുടെ അനുഭവങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞു കേട്ട ഒരു ഇതായിരിക്കാം. ഞാൻ വിചാരിക്കുന്നത് ഒരു കുറച്ചും കൂടെ ആൾക്കാരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്ന് വിചാരിക്കും. ഞാൻ എന്നെപ്പോലെയൊക്കെ, അല്ലെങ്കിൽ എന്നെപ്പോലെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയുള്ളൂ. ഞാനൊക്കെ കണ്ണടച്ച ആൾക്കാരെ വിശ്വസിക്കും കേട്ടോ. ഡയലോഗ് അടിക്കാൻ ഭയങ്കര മിടിക്കുകയാണ്. പക്ഷേ ഞാൻ പെട്ടെന്ന് വിശ്വസിക്കും ആൾക്കാരെ. എന്നാൽ ഈ ഒരാൾ വിഷമിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വിശ്വസിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഒരു സ്പേസ് ഇങ്ങനെ ഒരു കൈയകലം ദൂരെ നിൽക്കാം ഇനി മുതൽ എല്ലാവരിൽ നിന്നും ഒക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം എന്താ പറയുമ്പോൾ എൻഡ് ഓഫ് ദി ഡേ നമുക്കാണ് ഭയങ്കര ഒരു ആ ഒരു വിഷമവും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മളായിരിക്കും കൂടുതൽ സഫർ ചെയ്യുന്നത്. ഈ നമ്മുടെ അടുത്ത് കാണിക്കുന്നവർക്ക് പറയുന്നവർക്ക് അതൊന്നും അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റാമെന്നല്ലാതെ എടുത്താൽ പോകാത്ത റെസൊല്യൂഷൻസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. ടീച്ചറാ നാളെ കിട്ടുമോ? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു മറ്റേ ഡയറ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഡയറ്റ് പോകുമ്പോൾ എങ്ങനെയാണ്, പക്ഷേ വെയിറ്റ് കുറഞ്ഞോട്ടോ മക്കളെ, വെയിറ്റ് കുറഞ്ഞു. ഞാൻ പറയാം, കുറച്ചും കൂടെ കഴിയട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ. ബൈ.